നമസ്കാരം. ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്നത് കൊലപാതകങ്ങളുടെയും ആത്മഹത്യകളുടെയും കഥകൾ മാത്രം കേട്ടിട്ടാണ്. MDMA, കഞ്ചാവ്, മദ്യം, മറ്റു മയക്കുമരുന്നുകൾ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇതൊന്നും പിടികൂടാതെയോ ഇതൊന്നും കഴിച്ച് ഒരാളേനെ മറ്റൊരു മനുഷ്യൻ നമ്മുടെ കൂടപ്പിറപ്പുകളെയോ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ കൂടെ ഉള്ളവരെയോ കൊല്ലാത്ത ഒരു ദിവസവും ഇപ്പോൾ കടന്നു പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ വിദ്യാർത്ഥികൾ ചേർന്ന് അവരുടെ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇന്നലെ 5 കുട്ടികളെ നമ്മൾ ജുവനൈൽ ഹോമിൽ ഹാജരാക്കിയതായിരുന്നു. ആ കുട്ടി മർദ്ദനം ഏറ്റുവാങ്ങിയ കുട്ടി ഇന്നലെ രാത്രി 12:30 മരണപ്പെടുകയും ചെയ്തു. ഈ 5 കുട്ടികളെ ഇന്ന് രാവിലെ നമ്മൾ മാധ്യമങ്ങൾ കണ്ടു, വിദ്യാഭ്യാസ വകുപ്പ് പറയുകയാണ് അവർ 5 പേരും പരീക്ഷ എഴുതിക്കോട്ടെ എന്ന്. ഒരു കുട്ടിയെ നിഷ്കരുണം കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ 5 മക്കൾ തന്നെ എന്തെങ്കിലും ഒരു ശിക്ഷ അനുഭവിക്കാൻ അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനെങ്കിലും വേണ്ടി നമ്മളെല്ലാവരും മുതിരണം എന്നാണ് ഞാൻ പറയണത്. കാരണം നമ്മളിപ്പോൾ കൊലപാതകങ്ങൾക്കും കള്ളനും കൊലപാതകികൾക്കും ക്രൈം ചെയ്യുന്ന എല്ലാവർക്കും ആനുകൂല്യങ്ങൾ മാത്രം വാരി വിതറുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം. നിയമത്തിൻ്റെ വഴി നോക്കുകയാണെങ്കിലും മാനുഷിക പരിഗണന വെച്ചിട്ടാണെങ്കിലും പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, ശിശുക്ഷേമ വകുപ്പ്, ബാലാവകാശ കമ്മീഷൻ, അങ്ങനെയുള്ള എല്ലാതും നോക്കിയിട്ട് ഒരു കുട്ടിക്ക് പോലും അല്ലെങ്കിൽ ഒരാൾക്ക് പോലും എന്ത് ക്രിമിനൽ നടത്തിയ ആൾക്കാണെങ്കിലും അതിന് ശിക്ഷ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇനിയും ശിക്ഷ അല്ലെങ്കിൽ ക്രൈം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലെ നിയമത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആൾക്കാരെ ശിക്ഷിക്കുന്നതിന് പകരം രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകളെയും കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും ഒക്കെ നമ്മൾ ചെയ്യാണ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. അതിൽ നിന്നൊരു മാറ്റം വരണം. പോലീസിനെ എത്രത്തോളം ഇതിനൊക്കെ അധികാരം കൊടുക്കാൻ കഴിയുമെങ്കിൽ പണ്ടത്തെ പോലെ നമ്മുടെ പോലീസിന് അധികാരം കൊടുത്ത് നിയമങ്ങൾ നല്ല രീതിയിൽ നടപ്പിലാക്കിയാൽ മാത്രമേ ഇത്തരം കള്ളത്തരങ്ങളും കൊലപാതകങ്ങളും അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.